പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ജേണൽ എൻട്രീസ് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, രണ്ടാമത്തേത് ഡിസോണറുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് നോട്ടിംഗ് ചാർജസ്. അതുകൂടാതെ ഈ ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും നോട്ടിംഗ് ചാർജസും ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഇല്ലുസ്ട്രേഷൻ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് ഡിസോണർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വെൻ ദ ആക്സെപ്റ്റർ, that is drawee of the bill, fails to pay the amount of the bill on the date of maturity, it is called dishonor of a bill. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമുക്കറിയാം 3 പാർട്ടീസ് ഉണ്ടാവാം. ഒന്ന് സെല്ലർ അഥവാ ക്രെഡിറ്റർ, അദ്ദേഹമാണ് ബില്ല് തയ്യാറാക്കുന്നത്, അദ്ദേഹത്തെ നമ്മൾ ഡ്രോയർ എന്ന് പറയും. രണ്ടാമത്തേത് ഈ ബില്ല് തയ്യാറാക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അഥവാ ഡ്രോയി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ട്രാൻസാക്ഷനിലെ ഡെപ്റ്റർ ആയിരിക്കും, കടമായി സാധനങ്ങൾ വാങ്ങിയ ആൾ. ദെൻ മൂന്നാമതൊരു പാർട്ടി കൂടി ഉണ്ടാവാം, അതാണ് പേയി. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ ആർക്കാണോ ഈ പേയ്മെൻറ്റ് കിട്ടേണ്ടത്, ആരുടെ കയ്യിലാണോ ആ സമയത്ത് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത്, അദ്ദേഹത്തിനാണ് ക്യാഷ് കിട്ടുന്നത്, അദ്ദേഹത്തിനാണ് ഈ ബില്ലിലെ ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? പേയി എന്ന് പറയാം. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ട്രാൻസാക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എഴുതി വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ഡേറ്റിന്, നിശ്ചിത ഡേറ്റിന് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ള നിശ്ചിത അത് ഉൾക്കൊള്ളുന്ന എമൗണ്ട് ഡ്രോയി എന്ത് ചെയ്യണം? ആരുടെ കയ്യിലാണോ ഈ ബില്ലുള്ളത് അയാൾക്ക് കൊടുക്കണം, അയാൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്തണം. അങ്ങനെ പേയ്മെൻറ്റ് നടത്താതിരുന്നു കഴിഞ്ഞാൽ, ഡ്രോയിയുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാതായിപ്പോയി, എന്താണെങ്കിലും അങ്ങനെ ആ കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, വെൻ ഡ്രോയി ഫെയിൽസ് ടു പേ ദ എമൗണ്ട് ഓഫ് ദ ബിൽ ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ്, then we can say that it is dishonor of a bill. അപ്പോൾ ഡിസോണർ നടന്നു കഴിഞ്ഞാൽ അതൊരു ട്രാൻസാക്ഷൻ തന്നെയാണ്. ഇവിടെ ബിൽ റിസീവബിൾ കയ്യിലുള്ള ആൾക്ക് ക്യാഷ് കിട്ടുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ എഴുതുന്നത് ജേണൽ എൻട്രീസ് ആണല്ലോ. ഇപ്പോൾ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്? ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ബില്ല് തയ്യാറാക്കിയ ആൾ, യഥാർത്ഥത്തിൽ ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലെ ക്രെഡിറ്റർ, അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എന്തെല്ലാം ജേണൽ എൻട്രീസ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ആ നിലവിൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരുടെ കയ്യിലാണോ ഉള്ളത് എന്നതിനനുസരിച്ചാണ് ജേണൽ എൻട്രീസ് വരിക. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കുക. വെൻ ദ ബിൽ വാസ് കെപ്റ്റ് ബൈ ദ ഡ്രോയർ വിത്ത് ഹിം ടിൽ മെച്യൂരിറ്റി ഡേറ്റ്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയറെ സംബന്ധിച്ച് ബിൽ റിസീവബിൾ ആണ്. ആ ബിൽ റിസീവബിൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ജേണൽ എൻട്രി വരും? അപ്പോൾ ബിൽ റിസീവബിൾ തയ്യാറാക്കിയ സമയത്ത് എന്തായിരുന്നു നമ്മൾ ജേണൽ എൻട്രി എഴുതിയത്? ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ ഡ്രോയി അക്കൗണ്ട്. ഈ ബില്ല് തയ്യാറാക്കിയ സമയത്തുള്ള എൻട്രിയെ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. എന്തായിരിക്കും ജേണൽ എൻട്രി? ഡെപ്റ്റർ ബാർ ആക്സെപ്റ്റർ ഓർ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ. നമ്മുടെ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരികയാണ് അല്ലേ? ബിൽ റിസീവബിൾ എന്ന് പറയുന്ന നമ്മുടെ നിലവിലുള്ള അസറ്റ് ഇല്ലാണ്ടായി, മൈനസായി, കുറഞ്ഞു. ആ അസറ്റ് ക്യാഷ് കിട്ടിയില്ല. പകരം എന്ത് ചെയ്തു? വീണ്ടും നമ്മുടെ സാധനങ്ങൾ കടമായി വാങ്ങിയ ആൾ കടക്കാരൻ തന്നെയായി മാറുകയാണ്. അയാൾ ആ ബിൽ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടില്ല. ഓക്കെ, നരേഷൻ ബിൽ റിസീവബിൾ ഡിസോണേഡ്. അപ്പോൾ ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഡ്രോയറുടെ കയ്യിലാണെങ്കിൽ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ഓർ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ എന്നാണ് ജേണൽ എൻട്രി. ദെൻ ഇനി നോക്കുക, ഈ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? ഡെപ്റ്റർ ബാർ ആക്സെപ്റ്റർ ബാർ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ബാങ്കിന് ക്യാഷ് കൊടുക്കണം. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ ബിൽ റിസീവബിൾ ആണ്. നമ്മൾ ആ ബില്ല് അതേ ദിവസം തന്നെ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷും വാങ്ങിച്ചു. മെച്യൂരിറ്റി ഡേറ്റിന് ഡ്രോയി എന്ത് ചെയ്യണം? ആ എമൗണ്ട് ബാങ്കിന് കൊടുക്കണം. പക്ഷേ അത് കൊടുത്തില്ല, ബില്ല് ഡിസോണറായി. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ഡെപ്റ്ററെ ഡെബിറ്റ് ചെയ്യുന്നു,
ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. ബാങ്കിന് ക്യാഷ് കൊടുക്കുന്നു അല്ലെങ്കിൽ ബാങ്കിന് ക്യാഷ് കൊടുക്കാൻ ആവുന്ന ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ജേർണൽ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഓർ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നരേഷൻ ബിൽ റിസീവബിൾ ഡിസോണേഡ്. ദെൻ മൂന്നാമത്തെ കേസ് നോക്കുക. വെൻ ദ ബിൽ വാസ് എൻഡോസ്ഡ് ബൈ ദ ഡ്രോയർ ടു ഹിസ് ക്രെഡിറ്റർ. നമ്മുടെ കയ്യിലുള്ള ബില്ലാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഈ ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഒരു ക്രെഡിറ്റർക്ക് കൈമാറി. നമ്മളാണ് ഡ്രോയർ. ഡ്രോയി ഫൈനൽ ഡേറ്റിന് സെറ്റിൽമെൻറ്റ് നടത്തിയില്ല, മെച്യൂരിറ്റി ഡേറ്റിന് പേയ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡിസോണർ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി അക്കൗണ്ട്. കൈമാറ്റത്തിന് എൻഡോസ്മെൻ്റ് എന്നാണ് പറയുക. കൈമാറ്റം ചെയ്ത് കിട്ടിയ ആളുടെ പേരാണ് എൻഡോസി. അദ്ദേഹത്തിൻ്റെ പേര് ക്രെഡിറ്റ് ചെയ്യുക, ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടണം, എൻഡോസിക്ക് ക്യാഷ് കൊടുക്കണം. ഒരു അസറ്റ്, ഒരു ലാബിലിറ്റി രണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. ദെൻ മറ്റൊരു കേസ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ബിൽ റിസീവബിളിൻ്റെ നാലാമത്തെ കേസാണ്. ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. അങ്ങനെ ബാങ്കിൽ കളക്ഷന് വേണ്ടി കൊടുത്ത ഒരു ബില്ലാണ് ഡിസോണർ ആവുന്നതെങ്കിൽ ജേർണൽ എൻട്രി ഡെപ്റ്റർ ബാർ ആക്സെപ്റ്റർ ബാർ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ദെൻ ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയിയെ സംബന്ധിച്ച് അയാളുടെ ബുക്കിലും ഈ ട്രാൻസാക്ഷൻ്റെ ഒരു എൻട്രി വരും. നമ്മൾ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത സമയത്തുള്ള ജേർണൽ എൻട്രി എന്തായിരുന്നു? ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. അഥവാ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലാബിലിറ്റി ഇല്ലാണ്ടായി, പകരം ബിൽ പേയബിൾ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു, ഒരു ലാബിലിറ്റി ഡിക്രീസ് ചെയ്തു. പക്ഷേ മെച്യൂരിറ്റി ഡേറ്റിന് ഈ എമൗണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഡ്രോയിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്തുള്ള ജേർണൽ എൻട്രി ജസ്റ്റ് റിവേഴ്സ് എൻട്രിയാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ അക്കൗണ്ട്. ബിൽസ് പേയബിൾ എന്ന ലാബിലിറ്റി ഇല്ല, അത് കുറഞ്ഞു. അതേസമയം ക്രെഡിറ്റർ എന്ന് പറയുന്ന ബന്ധം ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ. ബിൽസ് പേയബിൾ ഡിസോണേഡ്. നരേഷൻ. നമുക്കിത് പഠിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഓൺ January 1st, 2017, Sheba sold goods to Vishal for ₹10,000 and draw upon him a bill of exchange for 2 months. Vishal accepted the bill and returned to Sheba. January 1, 2017 10,000 രൂപയുടെ ഗുഡ്സ് ഷീബ എന്ന് പറയുന്ന ഒരു ട്രേഡർ വിശാൽ എന്ന് പറയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ട്രേഡർക്ക് കൈമാറി. എന്നിട്ട് എന്ത് ചെയ്തു? ആ എമൗണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഇവർ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി ലീഗൽ വാലിഡിറ്റി ഉള്ള മറ്റൊരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റി. അഥവാ ബിൽ റിസീവബിളും ബിൽസ് പേയബിളും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നു. 2 മാസമാണ്. ആ വിശാൽ എന്ത് ചെയ്തു? ഷീബ തയ്യാറാക്കിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തു. 2 മാസം എന്ന് പറയുമ്പോൾ ഇവിടെ January 1 ട്രാൻസാക്ഷൻ നടന്നത്. January 1 ബില്ല് തയ്യാറാക്കിയത്. January, February 2 മാസം. March 1 പ്ലസ് 3 ഡേയ്സ്. March 1 പ്ലസ് 3 ദിവസം എന്ന് പറയുമ്പോൾ March 4 ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. ഇവിടെ ഡ്രോയർ ഷീബയാണ്, വിശാൽ ഡ്രോയിയാണ്. നമ്മളോട് പറഞ്ഞുള്ളത് on the date of maturity the bill was dishonored by Vishal. മെച്യൂരിറ്റി ഡേറ്റിന് വിശാലിന് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദാറ്റ് മീൻസ് ഈ ബില്ല് ഡിസോണറായി. റെക്കോർഡ് ദ നെസസറി എൻട്രീസ് ഇൻ ഓൾ ദ കേസസ് ലിസ്റ്റഡ് ബിലോ ഇൻ ദ ബുക്സ് ഓഫ് ഷീബ ആൻഡ് വിശാൽ. ഡ്രോയറുടെയും ഡ്രോയിയുടെ ബുക്കിലും താഴെ പറഞ്ഞുള്ള കേസിലുള്ള ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞുള്ളത്. നോക്കാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ബില്ലിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. January 1 ട്രാൻസാക്ഷൻ നടന്നത്. 10,000 രൂപയാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഡ്രോയർ ഷീബയാണ്, ഡ്രോയി വിശാലാണ്. ദെൻ ബിൽ 2 മാസത്തെ പീരീഡിലാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് മെച്യൂരിറ്റി ഡേറ്റ് March 4. ഇപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ഷീബ ആദ്യത്തെ കേസ് വെൻ ദ ബിൽ കെപ്റ്റ് ബൈ ഷീബ ടിൽ ഇറ്റ്സ് മെച്യൂരിറ്റി. ഈ ബിൽ എന്ത് ചെയ്യാണ്? ഡ്രോയർ ആയിട്ടുള്ള ഷീബ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഷീബയുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചാൽ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസിൻ്റെ ജേർണൽ എൻട്രീസ് വരിക? ആദ്യ ട്രാൻസാക്ഷൻ നോക്കുക. 1/1/2017. നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ₹10,000. വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ക്രെഡിറ്റ് സെയിൽ നടന്ന ഡേറ്റ്. then 1/1/2017 ഈ 10,000 രൂപയുടെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷീബ തയ്യാറാക്കി വിശാലിന് കൊടുക്കുന്നു. വിശാൽ അത് സൈൻ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അഥവാ ബിൽ റിസീവബിൾ.
തയ്യാറായി. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ഒരു അസറ്റാണ് ഷീബയെ സംബന്ധിച്ച്. ഈ ഒരു അസറ്റ് വരുന്നതോടുകൂടി മറ്റൊരു അസറ്റ് ഇല്ലാതാവുന്നുണ്ട്. അതേതാണ്? വിശാൽ എന്ന് പറയുന്ന ഡെപ്റ്റർ ഇല്ലാതാവാണ്. പകരം ബിൽ റിസീവബിൾ ഷീബയുടെ കയ്യിലുണ്ട്. അപ്പോൾ ബില്ല് തയ്യാറാക്കിയ ജേണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വിശാൽ അക്കൗണ്ട് ₹10,000. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്നാണ്? ഈ ബില്ല് ഡിസോണർ ആവുകയാണ് 4/3/2017. ബില്ല് ഡിസോണറായ ജേണൽ എൻട്രി വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ റിസീവബിൾ ₹10,000. നമ്മൾ ബില്ല് തയ്യാറാക്കിയ സമയത്തുള്ള ബിൽ റിസീവബിൾ ആക്സെപ്റ്റ് ചെയ്ത സമയത്തുള്ള ജേണൽ എൻട്രി ജസ്റ്റ് റിവേഴ്സ് ചെയ്തു. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഇല്ലാതെയായി, ആസെറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. വിശാൽ എന്ന് പറയുന്ന ഒരു ഡെപ്റ്റർ അയാൾ വീണ്ടും ഡെപ്റ്ററായി മാറി. ആ ഒരു പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ₹10,000. ദെൻ സെക്കൻഡ് കേസ് നോക്കുക. വെൻ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ് ബൈ ഷീബ ഫോർ ₹200. ഈ ബിൽ റിസീവബിൾ ഷീബ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ജേണൽ എൻട്രീസ് വരും? ആദ്യത്തെ 2 ജേണൽ എൻട്രീസിൽ നമുക്കറിയാം 1/1/2017 ക്രെഡിറ്റ് സെയിൽ നടന്നു, ബിൽ റിസീവബിൾ തയ്യാറായി. ദെൻ ആ ബില്ല് എന്ത് ചെയ്തു? ഷീബ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 9,800. എത്രയാണ് ക്യാഷ് കിട്ടിയത്? 9,800 ആണ്. കാരണം 200 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്, ഡെബിറ്റ് ചെയ്തു. 200 ടു ബിൽ റിസീവബിൾ 10,000. നരേഷൻ ബിൽ റിസീവബിൾ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. ദെൻ അടുത്ത 4-ാം തീയതി മാർച്ച് 4-ന് എന്ത് ചെയ്യണം? ഷീബക്ക് ക്യാഷ് കിട്ടണം. പക്ഷെ എന്തായിപ്പോയി? അന്ന് ബില്ല് ഡിസോണറായി. ബില്ല് ഡിസോണറായാൽ ജേണൽ എൻട്രി ഈ കേസിൽ വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ. ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ഏത് കേസാണെങ്കിലും ഡെപ്റ്ററുടെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അയാളെ വീണ്ടും ഡെപ്റ്ററാക്കി മാറ്റുകയാണ്. ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന് പൈസ കൊടുക്കണം. ബാങ്കിൽ നിന്ന് നമ്മൾ ആൾറെഡി ക്യാഷ് വാങ്ങിയതാണ് അല്ലേ? ടു ബാങ്ക് അക്കൗണ്ട് ₹10,000. ബാങ്ക് ബിസിനസ്സിന് നൽകിയത് 9,800 രൂപയാണ് എന്ന് പറഞ്ഞ് 9,800 രൂപയല്ല കൊടുക്കേണ്ടത്. ആ ബില്ലിൻ്റെ ഫേസ് വാല്യൂ മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ. നരേഷൻ ബിൽ റിസീവബിൾ ഡിസോണേഡ്. ദെൻ ഇതേ കേസ് 3-ാമത്തെ കേസാണ്. വെൻ ദ ബിൽ ഈസ് എൻഡോസ്ഡ് ടു ലാൽ ബൈ ഷീബ. ഈ ബിൽ റിസീവബിൾ ഷീബ എന്ത് ചെയ്തിരുന്നു? ലാൽ എന്ന് പറയുന്ന ഷീബയുടെ ഒരു ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെ വരാം? ആദ്യ 2 ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സെയിൽ, രണ്ടാമത്തേത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ. ദെൻ 3-ാമത്തെ എൻട്രി എന്തായിരുന്നു? 1/1/2017 തന്നെ ഈ ബിൽ റിസീവബിൾ ലാലിന് ട്രാൻസ്ഫർ ചെയ്തു, ലാലിന് കൊടുത്തു. അപ്പോൾ ലാൽ അക്കൗണ്ട് ഡെപ്റ്റർ ₹10,000 ടു ബിൽ റിസീവബിൾ 10,000. നരേഷൻ ബിൽ റിസീവബിൾ എൻഡോസ്ഡ് ടു ലാൽ. ദെൻ 4/3/2017 വിശാൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ലാലിന് 10,000 രൂപ കൊടുക്കേണ്ടിയിരുന്നു. കാരണം ലാലാണ് ആ സമയത്ത് ബില്ലിൻ്റെ ഹോൾഡർ. ലാലിൻ്റെ കയ്യിലാണ് ബില്ല്. പക്ഷേ അത് ഡിസോണറായി. സോ ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ ജേണൽ എൻട്രി വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ വിശാലിനെ വീണ്ടും ഡെബിറ്റ് ചെയ്തു. ₹10,000 ടു ലാൽ അക്കൗണ്ട്. ലാലിന് 10,000 രൂപ കൊടുക്കണം. ലാലിന് നമ്മൾ 10,000 രൂപക്ക് പകരമായിട്ടാണ് ബില്ല് കൊടുത്തത് അല്ലേ? അപ്പോൾ ലാലിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ ബിൽ റിസീവബിൾ ഡിസോണേഡ്. ഇൻ ദ ബുക്സ് ഓഫ് വിശാൽ ഡ്രോയയുടെ ബുക്കിൽ എന്താണ് എൻട്രി? ഡ്രോയയുടെ ബുക്കിലും എൻട്രി കാണുമല്ലോ. ആദ്യത്തെ 2 എൻട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. 1/1/2017 പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷീബ ₹10,000. 10,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. ദെൻ 2-ാമത്തെ എൻട്രി എന്താണ്? ഷീബ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തു ആ പർച്ചേസിന് പകരമായിട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ. ദെൻ 4/3/2017 വിശാൽ ഈ എമൗണ്ട് കൊടുക്കേണ്ടത്. അന്ന് എന്ത് ചെയ്തു? വിശാലിന് ഈ ബിൽ പേയബിളിൻ്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ബില്ല് ഡിസോണറായി. ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷീബ അക്കൗണ്ട്. ബിൽ പേയബിൾ എന്ന ലാബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. അതേസമയം ഷീബക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് എന്ന ആ ലാബിലിറ്റി വീണ്ടും തിരിച്ചു വന്നു. അതുകൊണ്ട് ആ ലാബിലിറ്റി ഇൻക്രീസ്, ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ ബിൽ പേയബിൾ ഡിസോണേഡ്. അപ്പോൾ ഏത് കേസാണെങ്കിലും
ഡ്രോയുടെ ബുക്കിൽ ഇതേ ജേണൽ എൻട്രി മാത്രമേ വരുള്ളൂ. ഓക്കെ, ദെൻ ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് നോട്ടിംഗ് ചാർജസ്. അപ്പോൾ നോട്ടിംഗ് ചാർജസ് എന്താണെന്ന് നോക്കാം. വെൻ എ ബിൽ ഈസ് ഡിസോണേർഡ് ദ ബിൽ ഷുഡ് ബി നോട്ടഡ്. ഒരു ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ ബില്ല് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടിംഗ് ഈസ് ദ ആക്ട് ഓഫ് ഓതൻറ്റിക്കേഷൻ ഓഫ് ദ ഫാക്ട് ഓഫ് ഡിസോണർ. ഈ ബില്ല് ഡിസോണർ ആയി എന്നുള്ളതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ പ്രവർത്തനമാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കറിയാം ഒരു ലീഗൽ വാലിഡിറ്റി ഉള്ള ഡോക്യുമെൻ്റാണ്. നിയമപ്രകാരം അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആവുക എന്ന് പറഞ്ഞാൽ ഇതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആ ഡ്രോയി ഒരു നിയമപ്രകാരം ഒരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അയാൾ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അയാൾ ആ നിയമപ്രകാരം ശിക്ഷാർഹനാണ്. അപ്പോൾ അങ്ങനെ നിയമ നടപടികൾ ഡ്രോയർക്ക് അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് ദ ബില്ലിന് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസോണർ എന്ന് പറയുന്ന ഈ ഫാക്റ്റ് ഒന്ന് ലീഗലൈസ് ചെയ്യണം, അഥവാ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നോട്ടിംഗ്. നോട്ടിംഗ് നടത്തുന്നത് ആരാണ്? നോട്ടിംഗ് ഈസ് ഡൺ ബൈ എ നോട്ടറി പബ്ലിക് അപ്പോയിൻറ്റഡ് ബൈ ദ കോർട്ട്. നോട്ടിംഗ് എന്ന ആക്ട് ചെയ്യുന്നത് നോട്ടറി പബ്ലിക്കാണ്. നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റാണ്, ഒരു വക്കീലാണ്. ഈ സ്പെഷ്യൽ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പവർ കൊടുത്തിട്ടുള്ള, കോടതി പവർ കൊടുത്തിട്ടുള്ള അഡ്വക്കേറ്റിനെയാണ് നമ്മൾ നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിംഗ് നടത്തുന്നത് നോട്ടറി പബ്ലിക്കാണ്. ദെൻ നോട്ടിംഗ് ചാർജ്. നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫീ ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക്. നോട്ടിംഗ് എന്ന പ്രോസസ്സിന് നോട്ടറി പബ്ലിക് ഈടാക്കുന്ന ഫീസിനെയാണ് നമ്മൾ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ദെൻ നോട്ടിംഗ് ചാർജസ് ആർ പെയ്ഡ് ടു ദ നോട്ടറി പബ്ലിക് ഫസ്റ്റ് ബൈ ദ ഹോൾഡർ ഓഫ് ദ ബിൽ. നോട്ടറി പബ്ലിക്കിന് ഈ നോട്ടിംഗ് ചാർജ് ആദ്യം കൊടുക്കുന്നത് ആരുടെ കയ്യിലാണോ ആ ഡിസോണർ സമയത്ത് ബില്ലിരിക്കുന്നത് ആ പാർട്ടി ആയിരിക്കും. അത് ചിലപ്പോൾ ഡ്രോയർ ആവാം, ചിലപ്പോൾ ബാങ്ക് ആവാം, ചിലപ്പോൾ എൻഡോസി ആവാം, ആരും ആവാം. ബട്ട് ആർ ഫൈനലി റിക്കവേർഡ് ഫ്രം ദ ഡ്രോയി. പക്ഷേ ആ നോട്ടിംഗ് ചാർജ് ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ളതാണ്? ഡ്രോയിയുടെ കയ്യിൽ നിന്ന് കിട്ടണം. കാരണം എന്താ? ബിക്കോസ് ഹീ ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസോണർ. കാരണം ഈ ഡിസോണറിൻ്റെ കാരണക്കാരൻ ആരാണ്? ഡ്രോയാണ്. അതുകൊണ്ടാണ് നോട്ടിംഗ് നടത്തേണ്ടി വന്നത്, അതുകൊണ്ടാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് നോട്ടിംഗ് ചാർജ് ഷുഡ് ബി റിക്കവേർഡ് ഫ്രം ദ ഡ്രോയി ഫൈനലി. ഓക്കെ, ദ നോട്ടിംഗ് ചാർജിൻ്റെ ജേണൽ എൻട്രീസ് ഒന്ന് വേഗം നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ, ഡ്രോയറുടെ ബുക്കിൽ നോട്ടിംഗ് ചാർജ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രീസ്, അതിൽ ആദ്യത്തെ ഒരു കേസ് നോക്കാം. വെൻ ദ നോട്ടിംഗ് ചാർജസ് പെയ്ഡ് ബൈ ദ ഡ്രോയർ ഹിംസെൽഫ്. നോട്ടിംഗ് ചാർജ് കൊടുത്ത ഡ്രോയറാണ്. അങ്ങനെയെങ്കിൽ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. നമുക്കറിയാം നോട്ടിംഗ് ചാർജ് കൊടുത്തത് ഡ്രോയറാണ്, പക്ഷെ അത് ഡ്രോയറുടെ എക്സ്പെൻസ് അല്ല, ഡ്രോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഡ്രോയിയെ അത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ആൾറെഡി ഡ്രോയറാണ് കൊടുത്തത്, അതുകൊണ്ട് ഡ്രോയറുടെ ബുക്കിൽ ടു ക്യാഷ് കുറഞ്ഞു. ഓക്കെ, പക്ഷേ അത്രയും ക്യാഷ് ഡ്രോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങണം, അതുകൊണ്ട് ഡ്രോയിയെ ഡെബിറ്റ് ചെയ്തു. ദെൻ വെൻ ദ നോട്ടിംഗ് ചാർജസ് പെയ്ഡ് ബൈ ദ എൻഡോസി. നോട്ടിംഗ് ചാർജ് കൊടുത്തത് എൻഡോസി ആണെങ്കിൽ, എൻഡോസി എന്ന് പറഞ്ഞാൽ ഡ്രോയർ മറ്റൊരാൾക്ക് കൈമാറിയ ബില്ലാണ്, അതാണ് ഡിസോണർ ആയത്. അപ്പോൾ എൻഡോസി ആയിരിക്കും ഈ നോട്ടിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ടാവുക. എൻഡോസി കൈമാറി കിട്ടിയ ആൾ ബില്ല് ആരുടെ കയ്യിലിരിക്കുന്നോ അയാളാണ് നോട്ടിംഗ് നടത്തിക്കുക. അപ്പോൾ നോട്ടിംഗ് ചാർജ് കൊടുത്തത് എൻഡോസി ആവും. അതുകൊണ്ട് എൻഡോസിക്ക് ക്യാഷ് കൊടുക്കണം. അതേസമയം ഡ്രോയറുടെ ബുക്കിൽ എഴുതുമ്പോൾ ഡ്രോയുടെ കയ്യിൽ നിന്ന് അത്രയും ക്യാഷ് വാങ്ങും വേണം. അതുകൊണ്ട് ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് അപ് ടു എൻഡോസി അക്കൗണ്ട്. ഡ്രോയുടെ കയ്യിൽ നിന്ന് നോട്ടിംഗ് ചാർജ് വാങ്ങണം, അതേസമയം എൻഡോസിക്ക് അത് കൊടുക്കും വേണം. ദെൻ വെൻ ദ നോട്ടിംഗ് ചാർജസ് ആർ പെയ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലാണെങ്കിൽ ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ ബാങ്കാണ് നോട്ടിംഗ് നടത്തുക. അപ്പോൾ നോട്ടിംഗ് ചാർജ് കൊടുത്ത ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിലുള്ള എൻട്രി ഡ്രോയിസ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഓൺ 1st January 2020 ജോൺ സോൾഡ് ഗുഡ്സ് ടു സാം for ₹20,000.
Sam paid 50% of the price immediately and John drew a bill on Sam for 2 months for the balance amount. The bill was duly accepted by Sam. ജനുവരി 1, 2020 ജോൺ സാമിന് 20,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ സാം എന്ത് ചെയ്തു? 50% വില അപ്പം തന്നെ ക്യാഷായിട്ട് കൊടുത്തു. അഥവാ 20,000-ൻ്റെ പകുതി 10,000 രൂപ ക്യാഷ് കൊടുത്തു. ബാക്കി 10,000 രൂപക്ക് ജോൺ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി 2 മാസത്തെ കാലാവധിക്ക്. ആ ബില്ല് സാം ആക്സെപ്റ്റ് ചെയ്തു. അഥവാ ഇവിടുത്തെ ഡ്രോയർ ജോൺ ആണ്, സാം ആണ് ഡ്രോയി. ജോണിന് ബിൽ റിസീവബിൾ ആണ്, സാമിന് ബിൽസ് പേയബിൾ ആണ്. എമൗണ്ട് ഓഫ് ദ ബിൽ 20,000 അല്ല, മറിച്ച് 10,000 രൂപയാണ്. ദ ബിൽ വാസ് ഡിസോണേർഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ് and John paid rupees 500 as noting charges. ബില്ല് ഡിസോണറായി ഡ്യൂ ഡേറ്റിൽ. അത് മാത്രമല്ല, ജോൺ എന്ത് ചെയ്തു? ഈ ബില്ല് നോട്ടിംഗ് നടത്തിയപ്പോൾ 500 രൂപ നോട്ടിംഗ് ചാർജും കൊടുത്തു. സാം പെയ്ഡ് ദ എമൗണ്ട് ഡ്യൂ ടു ജോൺ ബൈ ചെക്ക് ആഫ്റ്റർ 10 days. സാം എന്ത് ചെയ്തു? ജോണിന് കൊടുക്കാനുള്ള എമൗണ്ട് 10 ദിവസത്തിന് ശേഷം ചെക്കായി കൊടുത്തു. പാസ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം. നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ പ്രധാന ഭാഗങ്ങൾ നോക്കുക. ട്രാൻസാക്ഷൻ ജനുവരി 1 20,000 രൂപയുടെ ട്രാൻസാക്ഷനാണ് നടന്നത്. 50% ക്യാഷ് ട്രാൻസാക്ഷനാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലാണ്. ദെൻ ബിൽ എമൗണ്ട് എത്രയാണ്? അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എമൗണ്ട് 10,000 ആണ്. ബിൽ ഡ്രോൺ ഫോർ 2 months, 2 മാസമാണ് ബില്ലിൻ്റെ കാലാവധി. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് മാർച്ച് 4. ഇവിടെ നോട്ടിംഗ് ചാർജ് ഉണ്ട് 500 രൂപ. ആദ്യം ഇൻ ദ ബുക്സ് ഓഫ് ജോണിൻ്റെ ബുക്കിലുള്ള എൻട്രീസ് ആണ്. ജേണൽ നോക്കുക. ആദ്യ ട്രാൻസാക്ഷൻ നമുക്കറിയാം 1/1/2020 സാം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് ₹20,000. 20,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു. സോൾഡ് ഗുഡ്സ് ടു സാം. ദെൻ 1/1/2020 തന്നെ എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാം ₹10,000. സാം 50% ക്യാഷ് അപ്പം തന്നെ കൊടുത്തല്ലോ. അതുകൂടി നമ്മൾ ജേണലിൽ വരണ്ടേ? ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാം, ക്യാഷ് റിസീവ്ഡ് ഫ്രം സാം ₹10,000. ദെൻ ബാക്കി എമൗണ്ടിന് 1/1/2020 ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി. അപ്പോൾ ഡ്രോയർ ആയിട്ടുള്ള ജോണിൻ്റെ ബുക്കിൽ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു സാം അക്കൗണ്ട് ₹10,000. നരേഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? അടുത്തത് ഡ്യൂ ഡേറ്റിന് 4/3/2020 എന്താ സംഭവിച്ചത്? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണറായി. അഥവാ നമുക്കറിയാം ഡ്രോയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സാം അക്കൗണ്ട് ഡെപ്റ്റർ ₹10,000 ടു ബിൽ റിസീവബിൾ അക്കൗണ്ട് ₹10,000. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡിസോണറായ ജേണൽ എൻട്രി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണേഡ്. ദെൻ ഇനിയും ട്രാൻസാക്ഷൻ ഉണ്ട്. ഇവിടെ ഈ ബില്ല് നോട്ടിംഗ് നടത്തുന്നുണ്ട്, നോട്ടിംഗ് ചാർജസ് കൊടുക്കുന്നുണ്ട്. ആ ജേണൽ എൻട്രീസ് കൂടി നോക്കാം. 4/3/2020 ഈ ബില്ലിനെ നോട്ടിംഗ് നടത്തിയത് ആരാണ്? ഡ്രോയറാണ്. പക്ഷേ ഡ്രോയറുടെ എക്സ്പെൻസ് അല്ല അത്. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം? സാമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. അതുകൊണ്ട് സാം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക 500 രൂപ. ടു ക്യാഷ് നമ്മൾ നോട്ടിംഗ് ചാർജ് കൊടുത്തു 500 രൂപ. നോട്ടിംഗ് ചാർജസ് പെയ്ഡ്. ദെൻ അടുത്തൊരു ജേണൽ എൻട്രി വരുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയാം. 10 ദിവസത്തിന് ശേഷം ജോണിന് കൊടുക്കാനുള്ള മുഴുവൻ എമൗണ്ടും സാം ചെക്കായിട്ട് കൊടുത്തു. ദെൻ അതായത് 14/3/2020 ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ₹10,500. എന്താ 10,500? 10,000 രൂപ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ട് ആണ്. 500 രൂപ ഏതാണ്? നോട്ടിംഗ് ചാർജ് ജോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി കൊടുക്കണം. അപ്പോൾ 10,500 രൂപ കൊടുത്തു. ടു സാം അക്കൗണ്ട് ₹10,500. ക്യാഷ് റിസീവ്ഡ് ഫ്രം സാം. ഇങ്ങനെയാണ് ജോണിൻ്റെ ബുക്കിലെ എൻട്രീസ്. ഓക്കെ, ഇനി ഡ്രോയുടെ ബുക്കിലുള്ള എൻട്രീസ് കൂടി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അസൈൻമെൻ്റ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഡ്രോയുടെ ബുക്കിലുള്ള ജേണൽ എൻട്രീസ് ഈ ട്രാൻസാക്ഷനൊക്കെ അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.